Hello everyone, welcome to Anish Food and Travel. ഇന്ന് നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ബേക്കറിയിലൊക്കെ കിട്ടുന്ന ഒരു പ്രത്യേക ഒരു ഐറ്റമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ബേക്കറിയിലൊക്കെ കിട്ടുന്ന ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു സ്വീറ്റ് അല്ല, അകത്ത് ചെറിയ എരിവും പുറമെ നല്ല കറുമുറയായിട്ടുള്ള ഒരു ഐറ്റമാണ്. അതായത് നമ്മൾ നാട്ടിൽ കേരളത്തിൽ അതിനെന്താണ് പറയാൻ തന്നെ അറിയില്ല. ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടുണ്ട്, പക്ഷേ അത് ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ ഞാൻ പറയാം അതിന് ബാക്കർവാടി എന്ന് പറയാം. അതായത് നമ്മുടെ ഇങ്ങനെ റൗണ്ട് ഇട്ട് അതിനകത്ത് ഒരു മസാല, അതായത് നമ്മുടെ ഒരു ചെറിയൊരു സമാസയുടെ അകത്തൊരു മസാലയൊക്കെ ഇട്ടിട്ട് കിട്ടാറില്ല, ചെറിയൊരു സമോസ ഫ്രൈ ചെയ്തിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ അതേ ടൈപ്പിലുള്ള ഒരു മസാല നെടുക്ക് നിറച്ചിട്ടുള്ള റൗണ്ടിലുള്ള ഒരു സാധനമാണ് ഈ ബാക്കർവാടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാക്കർവാടി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൈദ എടുക്കുന്നുണ്ട്. ആദ്യം തന്നെ 1 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഇതിൽ നിറച്ച് ഈ 250 ml ഒരു കപ്പിലാണ് ഞാൻ മൈദ എടുക്കുന്നത്. ഏകദേശം 250 ml കപ്പിൽ ഞാൻ മൈദ എടുത്തിട്ടുണ്ട്, നിറച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു 250 ml കപ്പിന് കണക്കായിട്ട് നമുക്ക് ഒരു 2 സ്പൂൺ നമ്മുടെ എന്തെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലപ്പൊടി എടുക്കണം. അപ്പോൾ 2 സ്പൂൺ ഞാൻ കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. കടലപ്പൊടി അതായത് ബേസൻ പൗഡർ ചേർത്തിട്ടുണ്ട്, 2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് അതിലോട്ടേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത്രയും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കാര്യം ഞാൻ വിട്ടുപോയി, അതായത് കുറച്ച് നമ്മുടെ കായപ്പൊടി കുറച്ച് കായപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇതാ ഞാൻ കാണിച്ചു തരാം എത്രയാണ് ഞാൻ ചേർക്കുന്നതെന്ന്. ഇത്രയും കായപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനെ ഒന്ന് പൊടിച്ചിട്ട് എല്ലാ വശത്തൊന്നും ഡ്രൈ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും കൂടി നമുക്കൊന്ന് ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി എന്താണ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചൂടാക്കിയിട്ടുള്ള 3 സ്പൂൺ എണ്ണ. ഓക്കെ, ഇതിനിപ്പോൾ നല്ല ചൂടാക്കിയിട്ടുള്ള 3 സ്പൂൺ എണ്ണയാണ്, നല്ല തിളച്ച എണ്ണയാണ്. അപ്പോൾ അതിന് നമുക്ക് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു സ്പൂൺ എടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ അതായത് നമ്മുടെ ഈ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ, ഈ എണ്ണയിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതൊരു ചെറിയൊരു ഉരുളയായിട്ട് നമുക്ക് വരും. ആ ഒരു ടൈപ്പിൽ നമുക്കത് കിട്ടണം. അതുവരെ നമുക്കൊന്നിനെ നല്ലവണ്ണം ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൈകൊണ്ടും ചെയ്യാം. ഞാൻ അപ്പോൾ അന്നേരം തിളച്ച എണ്ണയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അത് സ്പൂണോട് ചെയ്തത്. കാരണം തിളച്ച എണ്ണയായിരിക്കണം, നല്ല ചൂടോടെ തന്നെ അത് ഒഴിച്ചു കൊടുക്കണം, അത് നിർബന്ധമാണ്. അതായത് പച്ച എണ്ണ നമ്മൾ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. എണ്ണ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ, സൺഫ്ലവർ ആണെങ്കിൽ സൺഫ്ലവർ. ഇപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കുന്നത് സാധാരണഗതിയിൽ കൂടുതലും ഈ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിൽ അങ്ങനത്തെ എന്തെങ്കിലും വേണമെങ്കിൽ ഉപയോഗിച്ച് കൊടുക്കാം. ഇതാ കണ്ടോ, എണ്ണ മിക്സായിട്ട് വരുമ്പോൾ എല്ലാം ഇങ്ങനെ ഉരുളയായിട്ട് നിൽക്കുന്നത് കണ്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമുക്ക് വരണം. ഇതിപ്പോൾ ഏകദേശം നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം ഒന്ന് കുറച്ച് വെള്ളം ചേർത്തിട്ട് ചപ്പാത്തിയുടെ പാകത്തിൽ കുഴച്ചെടുക്കാവുന്നതാണ്. അധികം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട, ആദ്യം തന്നെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് നമുക്ക് അതിനൊരു പരുവത്തിലാക്കിയെടുക്കാം. ഇത് നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തുണ്ട്, ഇതിൻ്റെ മുകളിൽ ഇത് നമ്മൾ ഒരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കും. അപ്പോൾ ആ സമയം കുറച്ചൊന്ന് എണ്ണയിൽ ഒന്ന് ആയി കൊടുക്കണം. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് എണ്ണ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ്. ഇനി നമുക്കിതിനൊരു ½ an hour നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കുഴച്ച് വെച്ചിട്ടുള്ള മൈദമാവാണിത്. അതിൽ മൈദമാവിൻ്റെ കൂടെ ചൂട് എണ്ണയും അതുപോലെ തന്നെ നമ്മുടെ എന്താണ് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്തിട്ട് പിന്നെ 2 സ്പൂൺ കടലപ്പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചേർത്തിട്ട് കുഴച്ച് വെച്ചിട്ടുള്ള മാവാണിത്. അതായത് നമ്മൾ ചൂടെണ്ണ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ ചൂടെണ്ണയും ചേർത്തിട്ട് കുഴച്ചിട്ടുള്ള മാവാണിത്. അപ്പോൾ ഇനി ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പുളി വെള്ളം വേണം. പുളി നല്ല തിക്കായിട്ട് വെള്ളമാക്കിയിട്ട് അതിലേക്കൂടി കുറച്ച് ഞാൻ നെയ്യ് കൂടി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കളറിൽ കിട്ടുന്നത്. ഓക്കെ, പിന്നെ ആവശ്യത്തിനുള്ള എണ്ണ. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു പ്രത്യേകതരം മിക്സാണ്. ഈ മിക്സ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങളൊന്ന് കണ്ടിട്ട് വരൂ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. നമ്മൾ ഈ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കർവാടി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ നടുക്ക് കൊടുക്കുന്ന മസാലയുടെ മിക്സാണ് കാണിച്ചു തരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന്. അതായത് ആ ഒരു മസാലയുടെ മിക്സാക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഇത്ര സാധനങ്ങൾ കണ്ട് പേടിക്കൊന്നും വേണ്ട. കാരണം എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഗ്ലാസ്സിൽ കാണുന്നുണ്ടല്ലോ, ഇതാണ് അതിൻ്റെ ഒരു മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഗ്ലാസ്സിൽ കാണുന്നത് നമ്മുടെ എന്താണ് തേങ്ങയുടെ പൊടിയാണ്. അതായത് ഡ്രൈ ആയിട്ടുള്ള തേങ്ങ നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. അല്ലെങ്കിൽ കൊപ്രയുടെ എന്ന് പറയാൻ പറ്റും, അതുപോലത്തെ പൊടിയാണിത്. ആക്ച്വലി ഇത് നമ്മളിപ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് വീട്ടിൽ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ വേണ്ടുന്നത്
കുറച്ച് ഉലുവ വേണം, അതുപോലെ എല്ലാം ഇതേ രൂപത്തിൽ തന്നെയാണ് വേണ്ടത്. അതായത് പൊടിയല്ല വേണ്ടത്. ഒരു സ്പൂൺ ഉലുവ എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കൊത്തമല്ലി, മുഴുവനായിട്ടുള്ള കൊത്തമല്ലി എടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി വേണം. പിന്നെ ഇത് കസ്കസ് ആണ്. ഈ കസ്കസിൻ്റെ കൂടെ ഉണ്ടല്ലോ ഈ മാങ്ങയുടെ പൊടി, അതായത് ഇവിടെ പറയുന്നത് ആംചൂർ പൗഡർ എന്നാണ് പറയുക. അപ്പോൾ ആ പൗഡർ കൂടി ഉണ്ട്. അപ്പോൾ അത് മിക്സായി പോയതാണ്. ആക്ച്വലി ആ ഒരു പൊടി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നിർബന്ധമില്ല. പിന്നെ ഉള്ളത് ഇതാ ഈ കാണുന്നത് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഏകദേശം ഒരു 2 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് ജീരകമാണ്, ഉപ്പ് വേണം, പിന്നെ വേണം എള്ള്. ഓക്കെ, പിന്നെന്താണ്, ഇതാണ് നമ്മുടെ കായപ്പൊടി. ഈ എള്ളിന് പകരം, ഈ കറുത്ത എള്ളിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്ത കളറിലുള്ള എള്ള് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കറുത്ത എള്ള് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ശ്രദ്ധിക്കുക, കായപ്പൊടി. ഇത്രയും കൂടി നിങ്ങൾ മിക്സിയിലിട്ട് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്കർവാടിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആ നല്ല റെഡ് കളറിലുള്ള ഒരു ലൈറ്റ് റെഡ് കളറിലുള്ള മസാല റെഡിയാകും. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത്. വളരെ എളുപ്പമാണ്. ഇത്രയും സാധനം മിക്സ് ചെയ്യുക, മിക്സിയിലിടുക, അടിക്കുക, അത്ര മാത്രമേ ചെയ്യേണ്ടൂ. വളരെ എളുപ്പമാണ്. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ചപ്പാത്തി പരുവത്തിൽ ഇതിനെ ഒന്ന് നമുക്കെടുക്കാം. ഒരു കുറച്ച് വലിയൊരു ചപ്പാത്തി പരുവത്തിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഉരുട്ടിയെടുത്തതിന് ശേഷം നല്ലൊരു ഉരുളിയാക്കിയതിന് ശേഷം നമുക്ക് ഇതിനെ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. നമുക്കൊന്ന് നമ്മുടെ എണ്ണ കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് ചൂടാക്കാൻ വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ പതുക്കെ ഒന്ന് ചൂടാക്കുന്നതിന് എണ്ണ വെച്ചിട്ടുണ്ട്. എത്ര എണ്ണ മതിയാവും, നമുക്ക് ആവശ്യത്തിനുള്ള ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചപ്പാത്തി പരുവത്തിലുള്ള ഇത് നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് ഈ പുളിയുടെ ഇതുണ്ടല്ലോ, ഇതൊന്ന് തടവി കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് തടവി കൊടുക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാക്കർവാടിയുടെ പ്രത്യേകത ഇതിൽ പലതരത്തിലുള്ള മസാലകളാണ്. കാരണം ഇതിൽ പുളിയുണ്ട്, ഉപ്പുണ്ട്, കുറച്ചൊരു മധുരമുണ്ട്, പല ഇത് ചേർന്നിട്ടുള്ളതാണ്. ഈ ഒരു മസാല ഒരു 5-10 സാധനം ചേർന്നിട്ടില്ല. ഞാനതിപ്പം വിട്ടായിട്ട് നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മസാല കൂടി ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പുളിയും കൂടി നമ്മൾ ചേർത്തു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 4 സൈഡിലും നമുക്ക് കുറച്ച് വെള്ളം ആയി കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ആ മസാലപ്പൊടി നമുക്ക് ഇതിലോട്ടേക്ക് എല്ലാ വശത്തും നമുക്ക് ഒരുപോലെ ഒന്ന് ആയി കൊടുക്കാം. കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്പൂൺ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊന്ന് എല്ലാ വശത്തും ഒരേപോലെ ആയി കൊടുക്കാം. ഇപ്പോൾ ഇതേപോലെ നമ്മൾ ആക്കിയിട്ടുണ്ട്. ഇനി എല്ലാ വശങ്ങളും ഒട്ടി നിൽക്കുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം എല്ലാ സൈഡിലും ഒന്ന് ആദ്യം നമ്മൾ തടവി കൊടുത്തു. അതുപോലെ തന്നെ ഒന്നും കൂടി വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഇനി എന്താണ് വേണ്ടത് വെച്ചാൽ ഇതിനെ നമുക്ക് പതുക്കെ റോൾ ചെയ്തെടുക്കണം. ഞാൻ ഈ ഒരു വശത്ത് നിന്ന് പതുക്കെ റോൾ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇതേപോലെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇങ്ങനെയൊന്ന് റോൾ ചെയ്തെടുക്കാം. നല്ല റോളായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ആയിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഈ സൈഡ് വേണമെങ്കിൽ നമുക്കൊന്നിങ്ങനെ യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിനെ പതുക്കെ സൈഡിലോട്ട് മാറ്റി വെക്കാം. അതിന് ശേഷം കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഓരോ സൈഡും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ വച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓരോ പീസും എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അത് ഇതിലൊന്ന് നല്ലവണ്ണം അമർന്ന് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് ഒന്നും മസാലയൊന്നും വല്ല കൊണ്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കൊടുക്കാം. ഇത് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വളരെ ചെറിയ തീര് മാത്രം ചെയ്തെടുക്കാൻ പാടുള്ളൂ. കാരണം നിങ്ങൾ എപ്പോഴും ഇത് എന്താ വെച്ചാൽ ഒരു കറുമുറയുള്ള സ്നാക്സാണ്. അതായത് ഇത് സോഫ്റ്റ് ആയിട്ടുള്ളതല്ല. അപ്പോൾ അത് ആ ഒരു രീതിയിൽ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ എപ്പോഴും ചെറിയ തീര് കൂടുതൽ സമയം വെച്ചിട്ട് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് ആക്കിയെടുക്കേണ്ടത്. നമുക്കിത് ഇത് ഡയറക്റ്റായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അത് എടുത്തിട്ടുണ്ട്. കയ്യിലെടുത്തിട്ട് നമുക്ക് പതുക്കെ ഇട്ട് കൊടുക്കും. ഇപ്പോൾ നല്ല എണ്ണ ചൂടായതാണ്, അതുകൊണ്ടാണ് പെട്ടെന്നത് ഇതാകുന്നത്. രണ്ടാമത്തേത് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ മടക്കി കൊടുക്കുന്നത്. പരത്തിയെടുത്ത് കുറച്ച് വലുപ്പത്തിലാണ് നമ്മൾ പരത്തിയിട്ടുള്ളത്. കുറച്ചുകൂടി കൂടുതൽ മാവ് എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത്ര വലുപ്പത്തിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് റോൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുണ്ടല്ലോ കുറച്ചുകൂടി വലുപ്പം കിട്ടുന്നത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സൈഡിൽ നിങ്ങൾ വെച്ചതിന് ശേഷം അതിനെ പതുക്കെ നമുക്ക് റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് ഒരു വലുപ്പവും വരും കേട്ടോ, നീളം വന്നിട്ട് കേട്ടോ. ഇതേപോലെ 2-3 പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അധികം ചെയ്യരുത്. അധികം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോകുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ അധികം ചെയ്യുന്നതിന് പകരം ഒരു 2-3 പ്രാവശ്യം മാത്രം ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അതെന്താ വെച്ചാൽ എല്ലാം കൂടി ഫിക്സായിട്ട് അവിടെ കിടക്കുകയും ചെയ്യും. നല്ല എല്ലാം ആ മസാല മുഴുവൻ അതിൽ കിടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കുറച്ച് വലുപ്പത്തിൽ കിട്ടുകയും ചെയ്യും. ഇത് റെഡി ആയിട്ട്, കാരണം ആദ്യത്തെ ഇതുണ്ടല്ലോ കുറച്ച് ഏകദേശം ഈ ഒരു കളർ തന്നെയാണ് വേണ്ടത്. നമുക്ക് എക്സാക്ട് ഈ ഒരു കളർ തന്നെയാണ് വേണ്ടത്. ഈ ഒരു കളറിൽ തന്നെയാണ് ബേക്കറിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുക. കാരണം ഇത് കുറച്ച് പെട്ടെന്നാണ് ആയത്. കാരണം നല്ലോണം എണ്ണ ചൂടായിട്ടുണ്ടായിരുന്നു.
അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വിട്ടപ്പോൾ തന്നെ ആ പുറംഭാഗമൊക്കെ ആയി വന്നു. അതാണ് പെട്ടെന്ന് ഈ ഒരു കളർ വന്നു. ഇല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കും ഈ ഒരു കളറിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് ബേക്കറിയിലൊക്കെ കാണുന്ന സ്വാദിഷ്ടമായ ബാക്കർവാടി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള റൈറ്റാണ്. ഇത് അത്ര ദിവസം വെച്ച് കഴിഞ്ഞാൽ കേടാവുന്നാവില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള റൈറ്റായത്, നല്ല കറുമുറായിട്ടുള്ള റൈറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ചായയുടെ അപ്പുറമൊക്കെ ഇങ്ങനെ തിന്നാനുണ്ടല്ലോ, പറ്റിയൊരു സാധനമാണ്. പിന്നെ ചായയുടെ കൂടെ അതേപോലെ തന്നെ എന്തെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു സാധനമാണ്. നല്ല ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഓരോന്നും അങ്ങനെ അധികം എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒന്ന് നിങ്ങൾക്ക് കഴിച്ച് കാണിച്ചത് നിങ്ങൾക്ക് ഇത് ഇതാട്ടോ എത്ര ഇത്തിരി ശക്തിയായിട്ട് അമർത്തി നോക്കുന്നുണ്ട്, എന്നിട്ട് പൊട്ടുന്നില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ പാകം. ശരിക്കും നല്ല പാകത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും വീട്ടിലൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്നതോടുകൂടി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി കൊടുക്കുക. അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ അപ്ലോഡ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്. കൂടാതെ നമ്മുടെ ഒരു ഫേസ്ബുക്ക് പേജുണ്ട്, അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. അത് ഒന്ന് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ഫേസ്ബുക്ക് പേജ് വിസിറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോയുമായി അടുത്ത കാണാം.